ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് കൂടി കട്ട് ചെയ്തെടുക്കാം. എഡ്ജസ് നമുക്ക് ആവശ്യമില്ല, അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് 2 രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ചീസ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ ചീസ് ഇല്ലാതെയും ചെയ്യുന്നുണ്ട്. 2 മെത്തേഡും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ എല്ലാ സൈഡിലും നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇനി നമ്മളിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. നമ്മളുടെ എന്താ പറയുക മൊസറല്ല ചീസ് വേണമെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ ഈ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും വേണം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പം അത് നമ്മൾ ചീസ് ഇല്ലാതെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബ്രെഡ് എടുക്കുക, അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു ബ്രെഡ് കൂടി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. നമ്മൾ നേരത്തെ ചീസ് ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അതിലേക്ക് വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ചീസ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മളുടെ സാൻഡ്വിച്ച് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് രീതിയിലുണ്ടാക്കിയ സാൻഡ്വിച്ചും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇതിൽ ചീസൊന്നും ഇടേണ്ട ആവശ്യമില്ല, ചീസ് ഇടാതെ തന്നെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചീസ് ഇട്ട് വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതാ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് ഇടാതെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കൂടി കട്ട് ചെയ്ത് നോക്കാം. എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായിട്ടുള്ളത് ചീസ് ഇടാതെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് തന്നെയാണിത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും എല്ലാവർക്കും ബായ്.